നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണലിന് തകർപ്പൻ ജയം, ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് അവരിപ്പോൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് വേണ്ടി മാർട്ടിൻ സുബിമെൻഡി ഇരട്ട ഗോളുകളാണ് നേടിയത്. വിക്ടർ ഗ്യോക്കറസ് 1 ഗോളും കണ്ടെത്തി. സോ മിന്നും ഫോമിലാണ് അവരുടെ പുതുതായിട്ട് വന്നിട്ടുള്ള താരങ്ങളുടെ ഒരു പെർഫോമൻസ്. എബ്രസി ഈസയുടെ അസിസ്റ്റും ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. സുബിമെൻഡിയുടെ കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം അദ്ദേഹം 240ാമത്തെ അപ്പിയറൻസാണ്, ക്ലബ് ഫുട്ബോൾ അപ്പിയറൻസാണ് നടത്തുന്നത്. അതിലാദ്യമായിട്ടാണ് ഒരു ബ്രേസ് നേടുന്നത്. 236 മത്സരങ്ങൾ അദ്ദേഹം റയൽ സോസിഡാഡിനായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ എന്നിട്ട് അവിടെ ഒരു ബ്രേസ് പോലും നേടിയിട്ടില്ല. ഇപ്പോൾ ആഴ്സണലിലേക്ക് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വകയിത ഒരു ബ്രേസ് പിറന്നിരിക്കുന്നു. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ കോച്ചിനെ മാറ്റി പോസ്റ്റക്കോഗ്ലുവിനെ കോച്ചാക്കി കൊണ്ടുവന്നു. അതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇതുവരെ പോസ്റ്റക്കോഗ്ലുവിന് മൈക്കൽ ആർട്ടിറ്റയ്ക്കെതിരെ പ്രീമിയർ ലീഗിൽ വിജയിക്കാൻ പറ്റിയിട്ടില്ല. അത് വീണ്ടും തുടരുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടത്. ഇതിനു മുമ്പ് ആഴ്സണൽ സ്പേഴ്സ് മത്സരം 2-2 സമനില, സ്പേഴ്സ് ആഴ്സണൽ മത്സരം 2-3 ആഴ്സണലിൻ്റെ ജയം, സ്പേഴ്സ് ആഴ്സണൽ മത്സരം 1-0 ആഴ്സണലിൻ്റെ ജയം, 2-1 മറ്റൊരു മത്സരത്തിലെ വിജയം. ഇപ്പോഴിതാ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ കോച്ചായി വന്നപ്പോഴും തോൽക്കാനാണ് വിധി. എന്നാൽ ഈ കളിയിൽ ആഴ്സണലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് മഡൂക്കും വിക്ടർ ഗ്യോക്കറസും എബ്രസി ഈസയുമാണ് മുന്നേറ്റ നിരയിൽ ഉണ്ടായിരുന്നത്. കളിയുടെ 32ാമത്തെ മിനിറ്റിലാണ് സുബിമെൻഡിയുടെ ഗോൾ പിറക്കുന്നത്. ഒരു കിടിലൻ ഹാഫ് വോളി ബോക്സിന് പുറത്തുനിന്ന് അടിച്ച് കയറ്റിക്കൊണ്ട് അദ്ദേഹം തൻ്റെ ആദ്യ ഗോൾ കണ്ടെത്തി. അങ്ങനെ രണ്ടാം പകുതിയിൽ തുടക്കത്തിൽ തന്നെ വിക്ടർ ഗ്യോക്കറസിൻ്റെ ഗോൾ കൂടി വരുന്നു. 2-0 ആഴ്സണൽ മുന്നിൽ. അവർ ആധിപത്യം പുലർത്തുന്നത് തുടർന്നു. 79ാമത്തെ മിനിറ്റിലാണ് സുബിമെൻഡി തൻ്റെ ബ്രേസ് പൂർത്തിയാക്കുന്നത്. ഏതായാലും ഈ മത്സരം വിജയിച്ചതോടെ 4 കളികളിൽ നിന്ന് 3 വിജയവുമായിട്ട് 9 പോയിന്റോടെ ഇപ്പോൾ ആഴ്സണൽ പ്രീമിയർ ലീഗ് പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.